ഹായ് ഗേയ്സ്, നാളെ പതിവ് പോലെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് എല്ലാവരും കൂടെ മുറ്റത്തിറങ്ങി കളിക്കുവാണ്. മുറ്റം എല്ലാം അലങ്കോലമാക്കിയിട്ടുണ്ട്. വൈകിട്ട് എനിക്ക് നല്ല പണിയാക്കാനുള്ള കാര്യമാണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് എൻ്റെ പാത്തു ഇവിടുന്ന് എന്തോ പണി ചെയ്യുകയാണ്. അവൾ ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവനത് സഹിക്കത്തില്ല. അവൻ ഓടി വരും അലമ്പ് കാണിക്കാനായിട്ട്. ഇതൊക്കെ കണ്ടിട്ട് ഉമ്മച്ച അവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. വൈകിട്ടായപ്പോഴേക്ക് നോമ്പിൻ്റെ ക്ഷീണമൊക്കെ ഉമ്മച്ചായിക്ക് കയറിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ കണ്ട ഒരു മുഖബുദ്ധിക്ക സർബത്ത് ഉണ്ടാക്കാൻ പോവാണ്. അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ പാലൊഴിച്ചിട്ടുണ്ട്. അതിനകത്തായിട്ട് നമ്മൾ റോസ് സർബത്ത് ഒഴിക്കുവാണ്. അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തായിരുന്നു, പക്ഷേ അത് പോരെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം. സർബത്തിൻ്റെ ഒരു ഗുമ്മൊക്കെ വേണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തണ്ണിമത്തങ്ങ കുനുകുനുകുനാ നമുക്ക് അരിച്ചെടുക്കാവേ. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ നോമ്പ് തുറക്കാനായിട്ട് വയറിന് തണുപ്പൊക്കെ നൽകുന്ന നല്ലൊരു സർബത്താണ്. ഇത് കഴിച്ച് കഴിയുമ്പം എല്ലാവർക്കും അത് മനസ്സിലാവും. നമുക്കിത് ഈ പാലിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത മിക്സിലോട്ട് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു സാധനം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അത് കസ്കസാണ്. നമുക്ക് അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. കാരണം ഇതിനകത്ത് എനിക്കൊന്ന് ഓൾറെഡി നമ്മൾ റോസ് സർബത്ത് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് മധുരം ആഡ് ചെയ്താണ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിലിട്ട് ഇത് സെർവ് ചെയ്യാം. 2 ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിനകത്തിട്ട് സെർവ് ചെയ്യാം. ഇതാ നല്ല അടിപൊളി മുഹബത്തിക്ക സർബത്ത്. സൂപ്പറാണ്. നോമ്പ് കാലത്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ്.